ഫങ്ഷണൽ ഐസോമെറിസവും പൊസിഷൻ ഐസോമെറിസവും എപ്പോഴും നിങ്ങൾക്ക് മാറിപ്പോകുന്ന ഒരു കോണ്ടന്റ് ആണ്, ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഐസോമെറിസം 4 ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നത്. പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം, ചെയിൻ ഐസോമെറിസം ആൻഡ് മെറ്റാമെറിസം. ഇതില് പൊസിഷൻ ഐസോമെറിസവും ഫങ്ഷണൽ ഐസോമെറിസവും എന്താ നമുക്ക് നോക്കാം. പൊസിഷൻ ഐസോമെറിസം ആൻഡ് ഫങ്ഷണൽ ഐസോമെറിസം. ഓക്കെ, രണ്ട് ഐസോമേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഐസോമേഴ്സിന് ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കും അല്ലെ. രണ്ട് ഐസോമറുകൾ, രണ്ട് ചെയിൻ ഐസോമറുകൾ എടുത്താൽ, അല്ലെങ്കിൽ രണ്ട് പൊസിഷൻ ഐസോമറുകൾ എടുത്താൽ, രണ്ട് ഫങ്ഷണൽ ഐസോമറുകൾ എടുത്താൽ അവർക്ക് ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോ എന്തായിരിക്കും പൊസിഷനും ഫങ്ഷണലും? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും, ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കും. റെഡി, നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. CH3 CH2 CH2 OH. ഓക്കെ, ആൻഡ് രണ്ടാമത് ഞാൻ വേറൊരു കോമ്പൗണ്ട് എഴുതാണ് കുഞ്ഞുങ്ങളെ. CH3 O CH2 CH3. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ പ്രത്യേകത എന്താ? രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ കോമ്പൗണ്ടിൽ ആരൊക്കെയുണ്ട്? C for കാർബൺ അല്ലെ, കാർബൺ ഉണ്ട്. H for ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഉണ്ട്. O for ഓക്സിജൻ, ഓക്സിജൻ ഉണ്ട്. സോ കാർബൺ ആറ്റങ്ങളുണ്ട്. എത്ര കാർബൺ ആണ്? 1 2 3 കാർബൺ ആറ്റങ്ങൾ പ്രസന്റ് ആണ്. സോ C എഴുതി താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ 3 എഴുതുന്നു. ആൻഡ് എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ പ്രസന്റ് ആ? 3 2 5 2 7 1 8 ഹൈഡ്രജൻ ആറ്റങ്ങൾ പ്രസന്റ് ആണ്. സോ H8 എന്ന് എഴുതുന്നു. ആൻഡ് എത്ര ഓക്സിജൻ പ്രസന്റ് ആണ്? OH ൽ ഒരു ഓക്സിജൻ ആറ്റം പ്രസന്റ് ആണ്. സോ O1 എന്നിടാം, O എന്നിടാം, നിങ്ങളുടെ ഇഷ്ടം. രണ്ടാണെങ്കിലും സെയിം ആണ്. ആൻഡ് സെക്കൻഡ് കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റങ്ങളാണ്? ദാ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 കാർബൺ ആറ്റങ്ങൾ. സോ C3 എന്ന് എഴുതാം. ആൻഡ് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 2 5 3 8 ഹൈഡ്രജൻ ആറ്റം. സോ H8. ആൻഡ് നടുക്കൊരു O ഉണ്ട്. സോ ഒരു ഓക്സിജൻ ആറ്റമാണ് പ്രസന്റ് ആയിരിക്കുന്നത്, O1. അപ്പോ ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും പ്രത്യേകത എന്താ? അവർക്ക് സെയിം മോളിക്കുലാർ ഫോർമുലയാണ് അല്ലെ. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്, ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്. സോ ദീസ് ആർ കോൾഡ് ഐസോമേഴ്സ്. ഇവരെ വിളിക്കുന്ന പേരാണ് ഐസോമറുകൾ. ഇനി ഈ ഐസോമറുകൾക്ക് എന്താ വ്യത്യാസമായിട്ടുള്ളത്? സെയിം ആയിട്ടുള്ളത് മോളിക്കുലാർ ഫോർമുല. വ്യത്യാസമായിട്ടുള്ളത് എന്താ? ആദ്യത്തെ കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് OH. ഏതാ OH? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇസ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കഹോളുകൾ. സോ ആദ്യത്തെ കോമ്പൗണ്ട് ഈസ് ആൻ ആൽക്കഹോൾ. വാട്ട് അബൌട്ട് സെക്കൻഡ് വൺ? രണ്ടാമത്തെ ആളോ? ഈ കാണുന്നത് എന്താണ്? ദിസ് ഈസ് കോൾഡ് ഈഥർ ലിങ്കേജ് അല്ലെ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഈഥർ ലിങ്കേജ്. ഇതൊരു ഈഥർ ആണ്. ആദ്യത്തേത് ഒരു ആൽക്കഹോൾ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആൻ ഈഥർ. സോ രണ്ടുപേർക്കും ഒരേ മോളിക്കുലാർ ഫോർമുലയാണ്, ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ആണ്. റെഡി അല്ലേ? ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. സെക്കൻഡ് കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. അതൊരു ഈഥർ ആണ്. സോ ഒരേ മോളിക്കുലാർ ഫോർമുലയും ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളുമുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഐസോമേഴ്സ്. അപ്പൊ ഈ ഒരു കാര്യം പിടികിട്ടിയല്ലോ. ഫങ്ഷണൽ ഐസോമറുകൾക്ക് സെയിം ആയിട്ടുള്ളത്, ഒരേപോലെയുള്ളത് മോളിക്കുലാർ ഫോർമുല. ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ആ പേരിൽ തന്നെയുണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി ഓർത്തു വെക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ആൽക്കഹോൾ ആണെങ്കിൽ ഒരു ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും ഒരു ഈഥർ ആയിരിക്കും കേട്ടോ. ഒരു ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും ഒരു ഈഥർ ആയിരിക്കും. അപ്പൊ 3 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ആൽക്കഹോൾ തന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ 3 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ഈഥർ എഴുതിയാൽ മതി. അല്ലെങ്കിൽ 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ഈഥർ തന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഐസോമറിനെ എഴുതാൻ പറഞ്ഞാൽ 5 കാർബൺ ആറ്റം ഉള്ള ഒരു ആൽക്കഹോൾ എഴുതിയാൽ മതി. അത്രയും കാര്യം ഓർത്തു വെച്ചാൽ മതി. ആൻഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ആൽഡിഹൈഡ് ആണെങ്കിൽ അതിന്റെ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും ഒരു കീറ്റോൺ ആയിരിക്കും. സോ 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ആൽഡിഹൈഡ് തന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ 5 കാർബൺ ആറ്റമുള്ള കീറ്റോൺ എഴുതിയാൽ മതി. അല്ലെ 6 കാർബൺ ആറ്റമുള്ള ഒരു കീറ്റോൺ തന്നിട്ട് അതിന്റെ ഫങ്ഷണൽ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ 6 കാർബൺ ആറ്റമുള്ള ഒരു ആൽഡിഹൈഡ് എഴുതിയാൽ മതി. അപ്പൊ ഈ കാര്യം ഓർത്തോണം. ആൽക്കഹോളിന്റെ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും ഒരു ഈഥർ ആയിരിക്കും. ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഐസോമർ എപ്പോഴും ഒരു കീറ്റോൺ ആയിരിക്കും. റെഡി? അപ്പൊ ഫങ്ഷണൽ ഐസോമറിസം നമുക്ക് പിടികിട്ടി. ഇനി എന്താണ് പൊസിഷൻ ഐസോമറിസം? ഇത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആവാനുള്ള കാരണം
രണ്ടും ഫങ്ഷണൽ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. ഫങ്ഷണൽ ഐസോമെറിസവും പൊസിഷൻ ഐസോമെറിസവും ഫങ്ഷണൽ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ, ഞാനൊരു കോമ്പൗണ്ട് വരയ്ക്കാം. CH3 CH2 CH2 OH. ready, this is our first compound. and രണ്ടാമത്തെ compound എന്ന് പറയുന്നത് CH3 CH CH3 OH. both are alcohols അല്ലെ, രണ്ടുപേരും ആൽക്കഹോളുകളാണ്. ആദ്യത്തെ കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ഇറ്റ്സ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പൊ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന കോമ്പൗണ്ടുകൾ ആരാണ് കുഞ്ഞുങ്ങളെ? ആൽക്കഹോളുകളാണ്. അപ്പൊ ആദ്യത്തേത് ഒരു ആൽക്കഹോൾ ആണ്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ? ഇവിടെയും OH is the functional group അല്ലെ. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം, രണ്ടുപേർക്കും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. OH ആണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്, രണ്ടുപേരും ആൽക്കഹോളുകളാണ്. ഇനി നമുക്ക് ഇവരുടെ മോളിക്കുലാർ ഫോർമുല ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ആദ്യത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല ആരൊക്കെ ഇതിലുണ്ട്? C ഫോർ കാർബൺ, C ഫോർ കാർബൺ ആൻഡ് H ആരാണ്? H ഹൈഡ്രജൻ, O ആരാണ്? ഓക്സിജൻ. സോ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഒരു കാർബൺ, രണ്ട് കാർബൺ, മൂന്ന് കാർബൺ. സോ C3 ആൻഡ് ഹൈഡ്രജൻ ആറ്റങ്ങൾ 3 2 5 2 7 1 8. സോ H8 ആൻഡ് നമ്പർ ഓഫ് ഓക്സിജൻ is 1. OH ലെ ഒരു ഓക്സിജൻ. സോ O1 എന്ന് എഴുതാം, O എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. സെക്കൻഡ് കോമ്പൗണ്ട് എത്ര കാർബൺ? 1 2 3 അല്ലെ, 3 കാർബൺ. സോ C3 എത്ര ഹൈഡ്രജൻ? 3 3 6 6 2 8. സോ H8 ആൻഡ് എത്ര ഓക്സിജൻ? OH ൽ ഒരു ഓക്സിജൻ. സോ O1. അപ്പൊ രണ്ടുപേർക്കും ഒരേ മോളിക്കുലാർ ഫോർമുലയാ. രണ്ടാളുകൾ ഐസോമറുകളാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ മോളിക്കുലാർ ഫോർമുലയാ. സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കണം. ആദ്യത്തെ ആളുടെ കയ്യിൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ആയിരിക്കണം ഇയാളുടെ കയ്യിലും. ആദ്യത്തെ ആളുടെ കയ്യിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും ഹൈഡ്രജൻ ആയിരിക്കണം രണ്ടാമത്തെ ആളുടെ കയ്യിലും. അപ്പൊ രണ്ടുപേരുടെ കയ്യിലും ഒരേ ആൾക്കാരായിരിക്കണം, ഒരേ എണ്ണം ആൾക്കാരായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. സോ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്, ഹൈഡ്രജൻ സെയിം ആണ്, ഓക്സിജൻ സെയിം ആണ്. സോ ബോത്ത് ആർ ഹാവിംഗ് ദ സെയിം മോളിക്കുലാർ ഫോർമുല. So these are called isomers. ഇവരെ വിളിക്കുന്ന പേരാണ് ഐസോമറുകൾ. ഇനി ഇവർക്ക് എന്താ വ്യത്യാസം? നമ്മൾ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കോമ്പൗണ്ടിൽ ഒന്നാമത്തെ ഈ കാർബൺ ചെയിന് നമ്മൾ നമ്പർ കൊടുക്കുകയാണേ. 1, ഈ കാർബൺ 2, ഈ കാർബൺ 3. സോ ആദ്യത്തെ കാർബണിലാണ് എന്ത് പ്രസന്റ് ആയിരിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പ്രത്യേകതയോ? എത്രാമത്തെ കാർബണിലാ? കാർബണ് നമ്പർ കൊടുത്താൽ ഇത് 1, ഇത് 2, ഇത് 3. സോ രണ്ടാമത്തെ കാർബണിലാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ വ്യത്യാസം ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലാണ് അല്ലെ, സ്ഥാനത്തിലാണ് വ്യത്യാസം. ആദ്യത്തതിൽ ഒന്നാമത്തെ കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്, രണ്ടാമത്തതിൽ സെക്കൻഡ് കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെയിമാ. രണ്ടിടത്തും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാ, OH ഗ്രൂപ്പാ, രണ്ടും ആൽക്കഹോളുകളാ. പക്ഷെ എന്താ വ്യത്യാസം? OH ഇരിക്കുന്ന പൊസിഷൻ ആണ് വ്യത്യാസം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പൊസിഷൻ ഐസോമേഴ്സ്. അപ്പൊ രണ്ട് പൊസിഷൻ ഐസോമറുകൾ എടുത്താൽ അവർക്ക് സെയിം ആയിട്ട് വരുന്നത്, ഒരേപോലെ വരുന്നത് ഒന്ന് മോളിക്കുലാർ ഫോർമുല. ഏത് രണ്ട് ഐസോമറുകൾ എടുത്താലും അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും. രണ്ട് പൊസിഷൻ ഐസോമറുകൾക്ക് ഒരേപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ഒരേപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കും. ആദ്യത്തെ ആളുടെ OH ആണ്, ഇയാളുടെ OH ആയിരിക്കും. ആദ്യത്തെ ആളുടെ CHO ആണ്, ഇയാളുടെ CHO ആയിരിക്കും. ആദ്യത്തെ ആളുടെ COOH ആണെങ്കിൽ ഇയാളുടെ COOH ആയിരിക്കും. സോ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. വ്യത്യാസം എന്താണ്? വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ, സ്ഥാനം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെന്റ്. അതാണ് വ്യത്യാസം. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിക്കാണും. പൊസിഷൻ ഐസോമറും ഫങ്ഷണൽ ഐസോമറും എടുത്താൽ വ്യത്യാസം എന്താണ് വരിക? ഫങ്ഷണൽ ഐസോമറിസത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് വ്യത്യാസം. ആ പേര് തന്നെ ഉണ്ട്. എന്താണ് വ്യത്യാസം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിരിക്കും. പൊസിഷൻ ഐസോമേഴ്സ് എടുത്താൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആയിരിക്കും വ്യത്യാസം. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും അവരിയ്ക്കുന്ന പൊസിഷൻ. ആദ്യത്തേത് രണ്ടാമത്തെ കാർബൺ ആണെങ്കിൽ ചിലപ്പോൾ അടുത്തത് ഒന്നാമത്തതോ അല്ലെ മൂന്നാമത്തതോ ആയിരിക്കും ഫങ്ഷണൽ ഗ്രൂപ്പ്. അല്ലെങ്കിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അതിൻ്റെയൊക്കെ സ്ഥാനം, പൊസിഷൻ ആയിരിക്കും ഡിഫറെന്റ്.